സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നൽക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്നും അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിലും നമ്മളെന്താവണം, ശക്തമായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയാൽ പറ്റില്ല. അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തനത്തുൽ അഹ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ഫിത്തന. ഒരു അഹ്ലാസ് ഒരു വാഹനവുമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ അതിന് വാഹനത്തുമ്പോൾ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഫിത്തന. ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തന ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വിട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മുദരിസന്മാർ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ദർസിലുള്ള നമ്മളെ മക്കൾ, നമ്മളെ കുട്ടികൾ. ആ കുട്ടികളെ നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസവും ആശയവും ആദർശമൊക്കെ അവർ അതിനു വേണ്ടിയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വളർത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാവണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നതല്ല, നാഗ ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നിലക്ക് ഈ ജനങ്ങളിൽ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് നിർത്തിവെക്കണം. അത് നിർത്തിവെച്ചേ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ഫിത്തനകൾ അതുണ്ടാക്കിക്കൊണ്ടിട്ട് ഇവിടെ ഫിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ, പ്രത്യേകിച്ച് മുദരിസുമാരാവുന്ന നമ്മളും മറ്റുള്ള ആളുകളൊന്നും അതിന് മെനക്കെടാൻ പാടുള്ളതല്ല. ഇതൊരു വലിയ സംഘടനയാണ്. ഈ സംഘടനയെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് ഇവർക്ക് ഇതിനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ജനങ്ങളിൽ ഇതിനൊരു വിശ്വാസമുണ്ട്. ജനങ്ങളെ വളരെയധികം വിശ്വസിക്കപ്പെടുന്നതായ ഒരു സംഘടനയാണ്. ജനങ്ങളെ എല്ലാ നിലക്കും അവലംബിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ പലർക്കും പല പോരായ്മകളുണ്ടാവും. അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യന്മാർക്ക് പല പോരായ്മകളും പല ന്യൂനതകളൊക്കെ ഉണ്ടാവും. മാസൂമികളല്ല, ഇസ്ബത്ത് എന്നുള്ളത് അത് അമ്പിയാക്കന്മാരെ കൊണ്ട് മാത്രം മുഖ്തസ്വത്താവുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാതെ നമ്മളാരും മാസൂമികളല്ല. പക്ഷേ മാസൂമികളല്ലെങ്കിൽ നമുക്ക് ഇസ്തിഖാമത്തിനെ കഴിയുന്നമായിരിക്കും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ നാനാഭാഗത്തു നിന്നുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം ഇവിടെ വേണ്ട. ഇവിടെ ജനറൽ ഇസ്ലാം അതീത് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ സുന്നികളെന്ന് മാത്രമല്ല, സുന്നികളല്ലാത്ത ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും. സുന്നികളിൽ നിന്നും അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുത്തുന്ന ഒരു സംഗതി. അത് നമ്മൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇവിടെ എങ്ങനെയെങ്കിലും ഉസ്താദന്മാരൊക്കെ എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചതൊക്കെ ഇതിനു വേണ്ടിയാണ്. ദീൻ്റെ ആ തനിമ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലായിടത്തും നമ്മൾ പ്രസംഗിക്കുക. എന്നിട്ട് പിന്നെ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന് ആർക്കും താറടിക്കുക, ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കാം. ആ ഒരവസ്ഥ വരുമ്പോൾ അതിനെതിൽ ശബ്ദിക്കാനെന്ന് നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരണില്ല. ശബ്ദിക്കുകയാണെങ്കിൽ അതിൽ മറ്റു വല്ല കാര്യങ്ങളും വല്ല പ്രയാസങ്ങളും ഉണ്ടാവും. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ നേതൃസ്ഥാനത്തുള്ള കാലത്തോളം ഒരിക്കലും അനുവദിക്കില്ല. അത് വളരെ ശക്തമായ നിലക്ക് പറയണം. അപ്പോൾ അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാമല്ലോ. അത് പ്രസംഗിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ ഇവിടെ മുജാഹിദീങ്ങൾ അവരെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം. നമ്മൾക്കതിന് യാതൊരു വിരോധമില്ല, പ്രസംഗിച്ചോട്ടെ, നമ്മളതിന് നിൽക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും. അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വഴിപ്പെട്ടുകൊണ്ടിട്ട്
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പോകുന്ന ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ്. അതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും. അതുകൊണ്ടിട്ട് ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘടന ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഇത് 100ഓളം വർഷങ്ങൾ ഇവിടെ തുടങ്ങി. ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിലേക്ക് ഏതെങ്കിലും നിലക്ക് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് എതിരാവുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് എതിരാവുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എതിരാകുന്ന എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നോ അതിൻ്റെ ഉസ്താദന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം അത് നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഹിച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 വിദ്യാഭ്യാസം കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിരല്ല. പക്ഷേ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഇപ്പോൾ ആധുനിക അല്ലം ആദമല്ല അസ്മാഅകുല്ല എന്നല്ലേ, എല്ലാ ടെക്നോളജി ആധുനിക പഠിപ്പിച്ചു കൊടുത്തു എന്നല്ലേ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പക്ഷേ ആധുനികൻ്റെ മക്കളിൽ അത് 2 നിലക്ക് ഉപയോഗിച്ചു പോകുന്നു. ഒരു വിഭാഗം എന്താക്കി അത് ഇലാഹിയായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും. മറ്റൊരു വിഭാഗം എന്താക്കി ഭൗതിക ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരതാണ്. അവർ എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നെത്താനുള്ളതായ അതിൻ്റെ മാർഗങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഇത് മുമ്പ് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ കണ്ടുപിടിച്ചതല്ലേ, അവർ ചെയ്തതല്ലേ. പക്ഷെ അവർ ചെയ്തതെന്താ, അത് ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളെല്ലാം അവർ ഉപയോഗിച്ചത് ഇലാഹിയാവുന്ന മാധ്യമങ്ങളാണ്. ലോകത്തുള്ള എല്ലാ വാർത്തകളും അവർ സംഭരിച്ചില്ലേ, അവർ കേട്ടില്ലേ. അതൊക്കെ എങ്ങനെ ലോകത്തുള്ള പലരോടും അവർ സംസാരിച്ചില്ലേ. ഇതൊക്കെ തന്നെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ അത് 2 നിലക്ക് ഉപയോഗിച്ചു. അപ്പം അത് അടിസ്ഥാനപരമായി തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ അവനക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളെ സംബന്ധിച്ചു അവനക്ക് വിവരം അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെടുന്ന, അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാവുന്നതായ ഒരു കശ്ഫ്, അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്നതായ ചില വാസിത്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരീഅത്ത് എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസം പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് അടിസ്ഥാനപരമായിട്ട് അതിന് തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് നമ്മളുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ഇതാണ് നമ്മളെ പള്ളി ദർസുകളിലൊക്കെ ഉള്ള സംവിധാനം. ആ പള്ളി ദർസുകൾ അതേ സ്വഭാവത്തിലുള്ള നമ്മളെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സംവിധാനങ്ങളാണ്. ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അത് ഉസ്താദന്മാരെയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പള്ളി ദർസുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം, കോളേജുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം. കോളേജുകളിലുള്ള ഉസ്താദന്മാരും പള്ളി ദർസുകളിലുള്ള ഉസ്താദന്മാരും ഒക്കെ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ പറയാൻ കിതാബ് ഓതി കൊടുക്കാൻ സമയം കാണാതെയും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പല സ്ഥാപനങ്ങളിലുള്ള നമ്മളെ ഉസ്താദന്മാരൊക്കെ എന്താ കിതാബ് ഓതി കൊടുക്കുന്നതിനേക്കാൾ അവർ സമയം കണ്ടെത്തുന്നത് സംഘടനാപരമായ സംഘടന പാടം നമുക്ക്. ആ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നിലക്കുള്ളതായ സംസാരങ്ങളെല്ലാം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. സംഘടനൻ്റെ പിന്നിൽ നിന്നും കൊണ്ട്, സംഘടനൻ്റെ ആ കൊടക്കയിൽ നിന്നും കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെ മുദരിസന്മാർക്ക് ചെയ്യാൻ കഴിയും. ആ മുദരിസന്മാരോട് പറയാനുള്ളത്, ഒരു ദർസിലുള്ള ഉസ്താദ് അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള ഉസ്താദ് ആണെങ്കിലൊക്കെ കോളേജിലുള്ള ഉസ്താദന്മാരേക്കാൾ വലിയ ബന്ധമാണ് നയിക്കണം കുട്ടികൾക്ക് ദർസിലുള്ള ഉസ്താദന്മാരോട്. കോളേജിലുള്ള ഉസ്താദന്മാരോടും ആ നിലക്കുള്ള ബന്ധങ്ങൾ തന്നെ ആയിരിക്കും. ഈ ബന്ധങ്ങളൊക്കെ നമ്മളെന്തൊക്കെ സംഘടന നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സംഘടനയുടെ മുൻകഴിഞ്ഞ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാർ അവരുടെ ജീവിത രീതി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരൊക്കെ എങ്ങനെയാണ് കിതാബിൽ സമയം കഴിച്ചിരുന്നത്. മുമ്പ് പിന്നെ തായക്കോട് കുഞ്ഞൽവിയിൽ അവന് മുമ്പ് തായക്കോട് ദർശനത്തിൻ്റെ കാലത്ത് പറഞ്ഞു വെക്കാം. മുപ്പര് സുബൈ കേൾക്കാൻ വരുമ്പോഴേ കുട്ടികളൊക്കെ അവസ്ഥയപ്പള്ളിയിൽ കിടന്ന് ഉറങ്ങണേക്കാറ്. അപ്പോൾ മൂപ്പര് അത് കണ്ട് ഒരുത്തരോട് മനജി കുറച്ച് കണ്ടു തിരിഞ്ഞിരുന്ന മറ്റവനോട് ഇജ്ജി കണ്ടു തിരിഞ്ഞേക്ക് ഞാൻ സുനത് കഴിച്ചോട്ടേന്ന്.
മുമ്പിൽ അപ്പം കുറേ അധികം കുട്ടികളുണ്ട്, കുട്ടികൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ കുട്ടികളൊക്കെ അപ്പം വന്ന് ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടികളെ മുമ്പിൽ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വിളിക്കൽ, ഇത് അങ്ങോട്ട് തിരിഞ്ഞെടുക്ക്, മറ്റവരോട് ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഉസ്താദ് ഇത് പറയുമ്പോൾ കുട്ടികൾ എണീച്ച് പോയി. അപ്പോഴാണ് ഇവർ അറിയണത്. അപ്പായിട്ട് കുറേ ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പ് കിതാബ് നോക്കിക്കൊണ്ട് അപ്പോഴേ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് കിതാബിൽ എല്ലാ സമയങ്ങളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അടിസ്ഥാനപരമായി ഏറ്റവും നമുക്ക് ആവശ്യം തഖ്വയാണ്. ആ തഖ്വ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മളെല്ലാം തഖ്വ വേണം. അത് നമ്മൾ മക്കളിലേക്കും പകരണം. അങ്ങനെയല്ലേ? നമ്മൾ ശിഷ്യന്മാരിലേക്ക് അത് പകരണം. അത് നമ്മളതിൽ അനാസ്ഥ വരുത്തിയാൽ അതായിരുന്നു പഴയ ദർസിൻ്റെ ഒക്കെ ഒരു പവർ തീരുന്നു. പഴയ ഉസ്താദന്മാരുടെ ദർസിൽ അവരധികം ആജ്ഞകളുണ്ടായിട്ടല്ല. ദർസിൽ വലിയ വലിയ ഉസ്താദന്മാരൊന്നും കൽപ്പിക്കലില്ല. വലിയ ഉസ്താദന്മാരെ ദർസ്, പല ഉസ്താദന്മാരുടെ ദർസിനെ പറ്റി നമുക്ക് പറയാം. ഒരു ദർസിലേക്ക് നിൽക്കേക്ക് അല്ലെങ്കിൽ സുന്നതക്കേക്ക് റൂഹക്കേക്ക് വിതർക്കേച്ചൊന്നും പറയില്ല. ഉസ്താദ് പറയേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ അവർ സ്വമേധയ അതിന് വഴിപ്പെട്ടുകൊണ്ട് ഒരു നന്മൻ്റെ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടായിത്തീരും. അതെന്തുകൊണ്ടാണ്? ഉസ്താദന്മാരുള്ള ആ നന്മ അവരിലേക്ക് കൂടി പകരാണ് ചെയ്തത്. അപ്പോൾ ആ നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വരാൻ പോവുകയാണ്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും നടക്കുക. സമസ്തൻ്റെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക. സമസ്തയുടെ ആശയാദർശങ്ങൾ അതിനെ പരിഹസിക്കണം, അതിനെ എതിർക്കണം. പലരും ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ നമ്മളെ ആശയങ്ങൾ എതിർക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ അതിന് അവരോട് വിശദീകരണം ചോദിക്കല്ല. ഇതിനൊക്കെ എന്താണ് വിശദീകരണം ചോദിക്കാൻ? ആരോട് അതൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഒരു ആശയത്തിനെ പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോഴും അതിന് വിശദീകരണം ചോദിക്കല്ലേ, ശക്തമായി മറുപടി പറയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിലക്ക് സമസ്തനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നതായ ഉൽപ്പാദനങ്ങളാവണം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത്. അതിന് പറ്റുന്നതായ വിദ്യാർത്ഥി ആനിമ്യങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ സംരംഭം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്നുകൂടി ദുആ ചെയ്യുന്നു എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.